നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വീട് നിർമ്മാണത്തിലെ വാസ്തു എന്ന ഒരു വിഷയത്തെ പറ്റിയിട്ടാണ്. അതായത് വീട് നിർമ്മാണത്തിൽ നമ്മൾ തുടക്കം മുതൽ പാലിച്ചു പോകേണ്ട കുറച്ച് വാസ്തു വിഷയങ്ങൾ. ആക്ച്വലി ഈ വാസ്തു എന്ന് പറയുന്നത് ആളുകൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം പലപ്പോഴും പല ആളുകളും അതിൽ വിശ്വസിക്കുന്നു, ഒരുപാട് ആളുകൾ വിശ്വസിക്കാതിരിക്കുന്നു, ഒരുപാട് ആളുകൾ കർശനമായിട്ട് എതിർക്കുന്നു. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ വാസ്തുശാസ്ത്രത്തിൻ്റെ പേരിൽ പലരും പറ്റിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പലരും അതിനെ ചൂഷണം ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ചയുണ്ട്. അതുപോലെ വാസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട്, വിശ്വസിക്കാത്തവർ ഒരുപാടുണ്ട്. അപ്പം വാസ്തുവിനെ എങ്ങനെ കണക്കിലാക്കണം അല്ലെങ്കിൽ കണക്കിലെടുക്കണം എന്നുള്ളത് പലപ്പോഴും ആർക്കും അതിൻ്റെ ഒരു 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 അളവുകോൽ അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട് പണിയിലെ വാസ്തു എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും അതുപോലെ അതിനെ പറ്റിയുള്ള അറിവുകൾ പകരുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വിഷയം. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, വിശ്വാസമില്ലാത്തവർ അവഗണിക്കുക എന്നുള്ളതല്ലാതെ ഇതിന് പൊതുവായൊരു ഒരു ഒരു സെൻറ്റൻസിൽ ഇതിനെ കുറിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് കൃത്യമാണ്, അല്ലെങ്കിൽ വാസ്തുവിൽ എത്രത്തോളം ആധികാരികതയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പലപ്പോഴും അതിനെ ഒരു കൺഫ്യൂഷൻ ലെവലിലേക്കാണ് നമ്മൾ എപ്പോഴും നിർത്തുന്നത്. അപ്പോൾ സയൻസുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മളത് പിന്നീടൊരു ചർച്ചയാക്കി തന്നെ കൊണ്ടുവരാം. അതായത് വാസ്തുവും സയൻസും എന്നുള്ളൊരു വിഷയത്തിൽ നമുക്ക് പ്രതിപാദിച്ചുകൊണ്ട് ഒരു ചർച്ച കൂടി നടത്താം. ആദ്യമായിട്ട് നമ്മൾ പ്ലാനിങ്, വീടിൻ്റെ ഒരു സ്ഥലം കണ്ടു, സ്ഥലം സെറ്റ് ചെയ്യുന്നു, ആ സ്ഥലത്തിനുള്ളിൽ വീട് പണിയാനായി ഉദ്ദേശിക്കുന്നു. സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ വാസ്തുശാസ്ത്ര പ്രകാരം അതിൽ തിരഞ്ഞെടുക്കുന്നതിൽ തന്നെ കുറേ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. പലപ്പോഴും അമ്പലങ്ങളോട് ചേർന്നുള്ള സ്ഥലങ്ങൾ വാങ്ങുന്നതിൻ്റെ ഫലമായിട്ട് അമ്പലങ്ങളെക്കാൾ ഹൈറ്റ് വീടിന് കൂടാൻ പാടില്ല, അല്ലെങ്കിൽ അമ്പലത്തിന് മറവ് വരാൻ പാടില്ല, അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഇപ്പം പുലർത്തുന്നതായിട്ടൊക്കെ നമുക്ക് പലയിടത്തും കാണാം. അതുപോലെ തന്നെ വീടിൻ്റെ സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ ചെരിവുകൾ, അതുപോലെ സ്റ്റെപ്പായി നിൽക്കുന്ന സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നതിലുള്ള ന്യൂനതകൾ, അല്ലെങ്കിൽ അതിലുള്ള വാസ്തുപരമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് വാസ്തുപരമായി നോക്കുമ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ സ്ലോപ്പായുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഓരോ രീതിയിലും സ്ഥലം സെലക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷൻ തൊട്ടേ വാസ്തു സ്ട്രിക്റ്റായി നോക്കുന്നവർക്ക് അതൊരു വലിയ ഭാഗമാണ്. സ്ഥലം സെലക്ട് ചെയ്യുന്നതിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ പാലിച്ച് വേണം അത് സ്വീകരിക്കാൻ എന്നുള്ളതാണ്. ഇത് നമ്മളുടെ ഇനീഷ്യൽ പ്ലാനിങ് മുതൽ തന്നെ വാസ്തു കാര്യങ്ങൾ ഒരുപാട് നോക്കേണ്ടതുണ്ട്. നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ ആക്ച്വലി ഒരു എൻജിനീയറിനെ സംബന്ധിച്ച് അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഞങ്ങൾ കുറച്ച് വാസ്തു കാര്യങ്ങൾ സെറ്റ് ചെയ്യും. അതായത് നമ്മൾ ബേസിക്കലി വേണ്ട കിച്ചൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ പൊസിഷൻ, അതുപോലെ സെൻറ്റർ ലൈൻ, അങ്ങനെയുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഒരു പ്ലാൻ എപ്പോഴും വരയ്ക്കുന്നത്. അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് പറയാം. അതായത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളെപ്പോഴും ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും കിച്ചൻ്റെ പൊസിഷൻ ആയിരിക്കും. കാരണം കിച്ചൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റാണ് വാസ്തുപ്രകാരം കിച്ചൻ്റെ പൊസിഷൻ. പലപ്പോഴും അത് ചില വീടുകൾക്ക് ഫ്രണ്ട് സൈഡിലായിരിക്കും. ഈവൻ ഇപ്പം കിഴക്കോട്ട് ഫേസ് ചെയ്യിക്കുന്ന ഒരു വീടിനെ സംബന്ധിച്ച് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട് സൈഡിലായിരിക്കും. അപ്പോൾ പലപ്പോഴും എല്ലാ ക്ലയൻസിനും അതല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും അതൊരു സ്വീകാര്യമായ ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് നോർത്ത് ഈസ്റ്റ് എന്നുള്ളത്, പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റാണ്. പിന്നീടുള്ള ഓപ്ഷനാണ് വായുകോൺ. അത് ലാസ്റ്റ് ഓപ്ഷനാണ്. അതായത് ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രം കൊടുക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നോർത്ത് ഈസ്റ്റിൽ കിച്ചൺ വരിക എന്നുള്ള ആ ഒരു പൊസിഷനിങ് ആണ് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യുന്നത് ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ. അതുകൂടാണ്ട് ബാത്റൂമുകളെ കോണുകളിലൊന്നും ഉൾപ്പെടുത്താതിരിക്കുക. മാക്സിമം പോയാൽ ഒരു രക്ഷയും ഇല്ലെങ്കിൽ വായുകോണിൽ ഉൾപ്പെടുത്താം. അതല്ലാതെ ഒരു ബാത്റൂമിനെ ഒരു കോണുകളിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ സെൻട്രൽ ലൈനിൽ ഉൾപ്പെടുത്താൻ പാടില്ല. സെൻട്രൽ ലൈനിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ബാത്റൂം അവിടെ വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ്, അതുപോലെ ചില വാസ്തു വിദഗ്ധന്മാർ പറയുന്ന പ്രകാരം സെൻട്രൽ ലൈൻ പോകുന്നത് സ്റ്റെയർ കട്ട് ചെയ്യാൻ പാടില്ല. സ്റ്റെയറും വന്നില്ല, അതുപോലെ ബാത്റൂമും വന്നില്ല. പിന്നെന്താണ്, ബെഡ്റൂം എപ്പോഴും സെൻട്രൽ ലൈൻ നമുക്ക് കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് പ്ലാനിങ്ങിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ വാസ്തുപ്രകാരം വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെ ഞങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ വാസ്തുവിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, അതായത് ഓരോ പൊസിഷൻ, ഇപ്പം കിച്ചൺ പറഞ്ഞ പോലെ തന്നെ കിച്ചൻ്റെ പൊസിഷൻ, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ പൊസിഷൻ, അതുപോലെ ബെഡ്റൂം, കന്നിമൂലയിൽ വരേണ്ട മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും കന്നിമൂലയിലായിരിക്കണം. അതുപോലെ സെൻട്രൽ ലൈനിൽ ഈ പറഞ്ഞ പോലെ ബാത്റൂം വരാൻ പാടില്ല. എപ്പോഴും സെൻട്രൽ ലൈനിൽ വായു സഞ്ചാരമുണ്ട്. കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലാവട്ടെ, വടക്ക് തെക്ക് ഡയറക്ഷനിലാവട്ടെ, രണ്ട് ഡയറക്ഷനിലും വായു സഞ്ചാരം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു മസ്റ്റായിട്ട് പറയുന്ന, വാസ്തുപ്രകാരം മസ്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ പലപ്പോഴും വാസ്തുവിൽ ഫസ്റ്റ് ഫ്ലോറിനെ പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരുമുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ
വാസ്തു നിർബന്ധമായും പരിഗണിച്ച് പറ്റൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കൺഫ്യൂഷനുള്ള ഒരു സെക്ഷൻസാണ്. ഇനി അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഇതാണ് കിച്ചണിൻ്റെ മുകളിൽ വേറെ ഒന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ ബെഡ്റൂമോ ബാത്റൂമോ ഒന്നും വരാൻ പാടില്ല എന്നൊരു പൊതുവേ ഉള്ളൊരിതുണ്ട്. അതിനകത്തും കൺഫ്യൂഷൻസ് ഉണ്ട്, അതിനകത്തും ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആക്ച്വലി ഇതെല്ലാം സ്ഥാപിതമായ നിയമങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ പറയുന്ന വളരെ തുച്ഛം കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെയാണ് ഞങ്ങൾ കൂടുതൽ പരിഗണിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം ഓരോ ക്ലയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഓരോ ആളുകളും വീട് പണിയുമ്പോൾ ഇപ്പം അന്ധമായി അല്ലെങ്കിൽ അമിതമായിട്ട് വിശ്വാസമുള്ള ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ച് അവർക്ക് വിശ്വാസം എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത്രത്തോളം നോക്കട്ടെ, അവരെ ഞങ്ങൾ എത്രത്തോളം പരിഗണിക്കുന്നു ആ രീതിയിൽ അവർക്ക് എത്രത്തോളം ഭംഗിയായി അവരുടെ ആവശ്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോഴും പ്ലാൻ വരയ്ക്കുന്നത്. എന്നാൽ ബേസിക് വാസ്തു മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മളുടെ അതേ മൈൻഡ് സെറ്റുള്ള ആളുകളുണ്ടാവും. അവർക്ക് ആക്ച്വലി വാസ്തുവിൻ്റെ ഒരു ബേസിക് സംഭവം മതി. ആ ഒരു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവർക്ക് പ്ലാൻ വരയ്ക്കുക. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ഇതെന്ന് പറയുന്നത് ബേസിക് വാസ്തുവിനകത്ത് തന്നെ ഫൈനൽ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളുടെ പ്ലാൻ എല്ലാം കൺഫേം ആയി കഴിയുമ്പോൾ, അതായത് വീടിൻ്റെ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, ബാത്റൂമിൻ്റെ പൊസിഷൻ, അതുപോലെ ബെഡ്റൂമിൻ്റെ പൊസിഷൻ, അതുപോലെ ഞാൻ പറഞ്ഞ സെൻട്രൽ ലൈനിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചതിന് ശേഷം വീടിൻ്റെ ഏരിയയിലേക്ക് ഇതിനെ എത്തിച്ചതിനും ശേഷം ഫൈനൽ പരിപാടിയാണ് നമ്മളിതിൻ്റെ ഔട്ട്സൈഡ് മെഷർമെൻറ്റ്. അതിൻ്റെ ഔട്ട്സൈഡ് മെഷർമെൻറ്റ് വാസ്തു കണക്കിലേക്ക് മാറ്റുക എന്നുള്ളത്. അതായത് ഞാനൊരു തവണ റീലിട്ടിട്ടുണ്ട്. അതായത് കോല് കണക്ക്, അതായത് വാസ്തു പ്രകാരം വീടിൻ്റെ ചുറ്റളവ് ഒരു പ്രത്യേക കോല് കണക്കിനുള്ളിൽ അല്ലെങ്കിൽ അതിന് ശേഷം ആയിരിക്കണം. ചില കണക്കുകൾ വരുമ്പോൾ അത് മരണക്കുഴി അല്ലെങ്കിൽ മരണച്ചുറ്റായി പറയപ്പെടുന്നു. അങ്ങനെയുള്ള ചുറ്റ് വരുന്നത് വാസ്തുപ്രകാരം വളരെ ദോഷമായിട്ടാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഈ ചുറ്റളവ് എടുക്കുന്നു, അതിനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചുറ്റളവിലേക്ക് ചേഞ്ച് ചെയ്തെടുക്കുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ചുറ്റളവിന് വേണ്ടി നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു എഞ്ചിനീയറിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ പോലും വാസ്തു ചുറ്റളവിന് വേണ്ടിയിട്ട് പലപ്പോഴും ഒരു വിദഗ്ധൻ തന്നെ സമീപിക്കുന്നതാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറ്. കാരണം ആ അളവ് അവരുടെ ഒരു കണ്ടീഷൻ പ്രകാരം പലരും പല കണ്ടീഷൻസ് വെക്കാറുണ്ട് അതിന് മുന്നിൽ. ഈ പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ കണ്ടീഷൻ വെച്ച് തന്നെ വാസ്തു ചുറ്റളവിനെ സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അതുപ്രകാരം നമ്മൾ പ്ലാൻ എങ്ങനെ ഫൈനലൈസ് ചെയ്യുന്നു, അതായത് വാസ്തു പ്രകാരമുള്ള കംപ്ലീറ്റ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി, സ്പേസ് അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം നമ്മളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവയെല്ലാം നിർത്തിക്കൊണ്ട് തന്നെ, അതുപോലെ പൊസിഷൻ അറേഞ്ച്മെൻറ്റ്, ഇതെല്ലാം നിർത്തിക്കൊണ്ട് തന്നെ വാസ്തുവിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ഈ ചുറ്റളവിലുള്ള എന്നാൽ ക്ലയൻറ്റിന് ആവശ്യമുള്ള ഒരു ഏരിയയിലുള്ള പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ് ആക്ച്വലി ഒരു നല്ല എഞ്ചിനീയറെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും നിൽക്കുന്ന ഒരു നല്ല ടാസ്ക്. അപ്പോൾ അതിൽ നമ്മൾ വിജയിച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീട് പണിയിലേക്ക് എത്തുന്നു. ഈ വീട് പണിയുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ കുറ്റി, അതായത് വീടിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നൊരു ഇതുണ്ട്, ചടങ്ങുണ്ട്. പലപ്പോഴും അതിന്ന് എപ്പോഴും എല്ലായിടത്തും പ്രാബല്യമല്ല, അല്ലെങ്കിൽ അത് പ്രായോഗികമല്ല എന്ന് വേണം പറയാനായിട്ട്. കാര്യം ഓരോ സ്ഥലങ്ങളുടെയും സ്പേസിൻ്റെ കാര്യത്തിലുള്ള ഇഷ്യൂസാണ് അതിനെ പലപ്പോഴും ബാധിക്കുന്നത്. കാരണം ഒരു 4 സെൻറ്റോ അല്ലെങ്കിൽ ഒരു 5 സെൻറ്റോ ഭൂമിയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒട്ടും ബാധകമായിട്ട് വരില്ല എന്നുള്ളത്. അതിനപ്പുറം അവർക്കത് പ്രായോഗികമല്ല എന്നുള്ളതാണ്. അതായത് ഒരു 5 സെൻറ്റിൽ നമ്മൾ വീടിൻ്റെ ഇൻ കേസ് വീടിൻ്റെ ഒരു പൊസിഷൻ വാസ്തുപ്രകാരം സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡോ ഒരു കോണോ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ബാക്കിയുള്ള സ്പേസ് മൊത്തം നഷ്ടമാണ്. അപ്പോൾ അതിനുള്ളിൽ അത് ഉൾപ്പെടുത്തുക എന്നുള്ളത് നടപടിയുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മാക്സിമം ബാക്കിലോട്ട് ചേർത്ത് വീട് വെക്കുക. അതുപോലെ 2 സൈഡിലും മിനിമം സെറ്റ് ബാക്ക് വിടുക. ഫ്രണ്ട് സൈഡിൽ മാക്സിമം എത്രത്തോളം ഏരിയ ലഭിക്കുന്നു അത് നമുക്ക് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ അങ്ങനെ വീടിൻ്റെ സ്ഥാനം സെറ്റ് ചെയ്യുന്നു. വീടിൻ്റെ സ്ഥാനം അവർ കുറ്റിയടിച്ച് കന്നിമൂലയിൽ കുറ്റിയടിച്ച് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ കന്നിമൂലയിൽ നിന്നും അളവ് പിടിച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അളവുകൾ സെറ്റ് ചെയ്യുന്നത്. ഇനി കല്ലിടിയിൽ, വീടിൻ്റെ ഒരു ഫസ്റ്റ് പരിപാടിയാണല്ലോ കല്ലിടിയിൽ എന്ന് പറയുന്നത്, ഒരു ചടങ്ങാണല്ലോ വീടിൻ്റെ ആദ്യത്തെ ഇനിഷ്യൽ ഈ കുറ്റിയടി കല്ലിടിയിൽ. ഇത് രണ്ടും ഒരേ ദിവസം നടത്തുന്നവരുണ്ട്. ഇത് തന്നെ സെപ്പറേറ്റ് ഒരു വലിയ ചടങ്ങുകളായി രണ്ടും നടത്തുന്ന ആളുകളും നമ്മുടെ നാട്ടിലുണ്ട്. കുറ്റി അടിക്കുമ്പോൾ തന്നെ കിഴക്കോട്ട് നോക്കി, അതുപോലെ കല്ലിടുമ്പോഴാണെങ്കിലും കിഴക്കോട്ട് നോക്കി പ്രാർത്ഥന ചൊല്ലി, അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള ആളുകൾ, വിശ്വാസപ്രകാരമുള്ള ആളുകളെ കൊണ്ടുവന്ന് കന്നിമൂലയിലാണ് പൊതുവെ കല്ലിടുന്നതായി പറയപ്പെടുന്നത്. ഇനി ഇതിനും മാറ്റങ്ങൾ വരുത്തുന്ന ആളുകളുണ്ട്. കണ്ടീഷൻ അനുസരിച്ച് കന്നിമൂലയിൽ നിന്ന് പോലും മാറ്റം വരുത്തി
കല്ലിടുന്ന സ്ഥിതികളുണ്ടായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നോർമലി നമ്മളുടെ നാട്ടിൽ പാലിക്കുന്ന ഒരു രീതി വെച്ചിട്ട് കന്നിമൂലയിലാണ് വീടിൻ്റെ കല്ലിടിയിൽ ചടങ്ങ് നടത്തുന്നത്. ഈ കല്ലിടി ചടങ്ങ് നടക്കുന്നത് നമ്മളെപ്പോഴും കല്ലിടിയിൽ ചടങ്ങ് നടത്തുമ്പോൾ തന്നെ ചൂസ് ചെയ്യുന്ന കല്ല് അതിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഡയറക്റ്റ്ലി ഇപ്പം റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കരിങ്കല്ലിൽ കൊത്തിയ ഡിസൈൻസ് ഉള്ള, അതായത് ഓം, അതുപോലെ തന്നെ ചന്ദ്രക്കോല, അങ്ങനെയുള്ള കുരിശ്, ഇതൊക്കെ കൊത്തിയ കല്ലുകൾ ഇന്ന് നാട്ടിൽ അവൈലബിൾ ആണ്. അത് റെഡിമെയ്ഡ് വാങ്ങിക്കിട്ടും. അതാണ് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പണ്ടൊക്കെ ഇത് ഈ പറഞ്ഞ പോലെ ചെങ്കല്ലും അതുപോലെ തന്നെ ഇഷ്ടികയൊക്കെ തന്നെയായിരുന്നു ഈ കല്ലിടിയിലിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അന്നൊക്കെ കരിങ്കല്ലിൽ അല്ലെങ്കിൽ ചെങ്കല്ലിൽ കെട്ടിയിരുന്ന ഫൗണ്ടേഷൻ ആയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കല്ലിടിയിൽ ചടങ്ങ് നടത്തിയിരുന്നത്. ഇന്ന് അത് കുറച്ച് മാറ്റം വരുത്തിയിട്ട് കന്നിമൂലയിൽ നമ്മളുടെ ഫൗണ്ടേഷൻ വരാത്ത ഭാഗത്തേക്ക് ആ ബെഡ്റൂം, കന്നിമൂലയിൽ എപ്പോഴും മാസ്റ്റർ ബെഡ്റൂം വരുന്നതാണ് ഉത്തമം. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാ പ്ലാനുകളിലും മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒരു പൊസിഷനായിട്ടാണ് കന്നിമൂല അറിയപ്പെടുന്നത്. ഇനി ആ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഭിത്തി വരാത്ത ഭാഗം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ വരാത്ത ഭാഗം നോക്കിയിട്ട് ഉള്ളിലേക്ക് കയറ്റി ആ കോൺ ചേർത്താണ് കല്ലിടിയിൽ ചടങ്ങ് നടത്തുന്നത്. പൊതുവെ കല്ലിടിയിൽ ചടങ്ങ് കഴിയുന്നു. ഇനി അതിനുശേഷം നമ്മളുടെ ഫൗണ്ടേഷൻ കെട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ആദ്യമേ സെറ്റ് ഔട്ട് ചെയ്യുന്നു, പിന്നീട് വാനം മാറ്റുന്നു. ഇനി നമ്മൾ സൈറ്റിലേക്ക് ആദ്യമായി ഇറക്കേണ്ടത് ഒരു പ്ലോട്ടിലേക്ക് ആദ്യമായി ഇറക്കേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് എംസാൻഡ് ആയിരിക്കണം എന്ന് ഒരു അഭിപ്രായമുണ്ട്. അത് ഉത്തമമാണ് എന്നൊരു അഭിപ്രായം വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പോൾ വിശ്വാസപ്രകാരം എംസാൻഡ്, മണൽ, ഇവ രണ്ടിലേതെങ്കിലും ആദ്യമായി സൈറ്റിലേക്ക് ഇറക്കണം എന്നുള്ളത് തന്നെയാണ്. വീടിൻ്റെ കല്ലിടിയിൽ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷനിലേക്ക് കിടക്കുന്നു. ഇനി ഫൗണ്ടേഷൻ ശേഷമാണ് കട്ടളവെപ്പ് എന്ന് പറയുന്ന ഒരു ചടങ്ങിലേക്ക് എത്തുന്നത്. കാലാകാലങ്ങളായിട്ട് നടന്നു പോകുന്ന ഒരു ചടങ്ങാണ് ഈ പറഞ്ഞ കട്ടളവെപ്പ് എന്ന് പറയുന്നത്. അതിന് പലപ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ സ്റ്റീൽ ഡോറുകൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കട്ടളവെപ്പ് സ്ട്രക്ചറിന് ശേഷം, അതായത് വീട് പണിയുടെ സ്ട്രക്ചറിന് ശേഷമാണ് കട്ടളവെപ്പ് ചടങ്ങ് നടത്തുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇനി ആ കട്ടളയ്ക്കിടയിൽ പഞ്ചലോഹം വയ്ക്കുന്നതും ഇതുപോലെ തന്നെ ചടങ്ങുകളിൽ പെട്ടതാണ്. പ്രത്യേക രീതിയിൽ പ്രാർത്ഥിച്ച പഞ്ചലോഹം വയ്ക്കുന്നതും ഈ വീട് പണിയുടെ ഒരു ഭാഗമാണ്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിലെ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒറ്റസംഖ്യകൾ നിർത്തുക എന്നുള്ളത് തന്നെയാണ് പൊതുവെ പറയുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു പുത്തൻ വാദം എന്ന് പറയുന്നത് ഭൂമിയെ നമ്മൾ ലാഭകരമായിട്ട്, അതായത് നമ്മൾ ചവിട്ടുന്ന ഭൂമിയെ ലാഭം എന്ന രീതിയിൽ കരുതണം. അതിനുശേഷം വരുന്നത് നഷ്ടം, പിന്നെ ലാഭം, നഷ്ടം. അപ്പോൾ ആ ഒരു കണക്കിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ ഇരട്ട സംഖ്യകളാണ് പലപ്പോഴും ഉത്തമമായിട്ട് വരുന്നത്. അതൊരു പുത്തൻ വാദമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇത്രയും കാലം തുടർന്നു വന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സംഖ്യകളിൽ നിർത്തുക എന്നുള്ളത്. കാരണം ആദ്യമേ കാലെടുത്ത് വെക്കുന്നത് ലാഭത്തിലേക്കായിരിക്കണം എന്നൊരു ഇത് വെച്ചുകൊണ്ടാണ് ഇത്രയും നാൾ സ്റ്റെയർ കേസും അതുപോലെ തന്നെ ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെയും കാര്യത്തിൽ പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് പുത്തനൊരു വാദം കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള ഒരു ആധികാരികത നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് പൊതുവേ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സംഖ്യകളിൽ സ്റ്റെപ്പ് നിർത്തുക അല്ലെങ്കിൽ സ്റ്റെയർ നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇനി മുന്നോട്ട് പോകുമ്പോൾ സ്റ്റെയർ കേസ് ഒറ്റ സംഖ്യകൾ നിർത്തുന്നു, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഒറ്റ സംഖ്യകൾ നിർത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. സെൻട്രൽ ലൈനിൽ ബാത്റൂം വരാൻ പാടില്ല. മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിൽ നിർത്തുന്നു. ഇനി വീടിൻ്റെ ഉള്ളളവ്, ഈ വീടിൻ്റെ ഉള്ളളവ് വാസ്തുപ്രകാരം സെറ്റ് ചെയ്യുന്ന രീതികളുണ്ട്. ഞാൻ ആക്ച്വലി ഇത് നേരത്തെ അളവിൻ്റെ കാര്യത്തിൽ, നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിൻ്റെ പിന്നിൽ പ്രത്യേക കാര്യമുണ്ട്. ഞങ്ങൾക്ക് അത് അത്രത്തോളം ഒരു എൻജിനീയറിനെ സംബന്ധിച്ച് വീടിൻ്റെ ഉള്ളളവ് കൂടി വാസ്തുവിൽ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു എൻജിനീയറെ സംബന്ധിച്ച് ഇച്ചിരി ഇഷ്യൂ ഉള്ളൊരു കാര്യങ്ങളാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റളവ് നമ്മൾ വാസ്തു കണക്കിലേക്ക് ആക്കുന്നു. അതോടൊപ്പം ഒരുപാട് പൊസിഷൻസ് നമ്മൾ വാസ്തു പ്രകാരം അറേഞ്ച് ചെയ്യുന്നു. ഇതിനോടൊപ്പം തന്നെ വീടിനുള്ളിലെ അളവ് കൂടി വാസ്തു രീതിയിൽ കണക്കുകൂലുകളിലേക്ക് അളവിൻ്റെ രീതിയിലേക്ക് സെറ്റ് ചെയ്ത് വരുമ്പോൾ പലപ്പോഴും പൊസിഷനിങ് ബാധിച്ച അതേ പ്രശ്നം തന്നെ സ്പേസിൻ്റെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ സ്പേസ് അറേഞ്ച്മെൻറ്റ്, ഒരു വീടിനുള്ളിലെ സ്പേസ് കൃത്യമായിട്ട് എങ്ങനെ യൂസബിൾ ആക്കാം എന്ന ചിന്തയാണല്ലോ എപ്പോഴും നല്ലൊരു പ്ലാനിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ആ യൂസബിലിറ്റി ഓഫ് സ്പേസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വാസ്തു കണക്കുകൾ ഒരു എൻജിനീയറിൻ്റെ കണക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പലപ്പോഴും പരസ്പരം യോജിക്കാറില്ല. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഒരു ബെഡ്റൂമിന് കാണുന്ന ഒരു നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന ഒരു നോർമൽ ബെഡ്റൂമിന് കാണുന്ന ഒരു സൈസ് എന്ന് പറയുന്നത് 10x12, അതായത് 10 അടി വീതിയും 12 അടി നീളവും എന്നുള്ളതാണ്. എന്നാൽ വാസ്തുവിൽ അങ്ങനെ ഒരു കണക്കേ ഇല്ല എന്നുള്ളതാണ്. 10x12 എന്ന് പറയുന്നൊരു കണക്കേ ഇല്ല.
പകരം 10x10 താഴെയുള്ളൊരു കണക്കും അതുപോലെ തന്നെ 10x14 മുകളിലേക്കുള്ളൊരു കണക്കും. അപ്പോൾ ഇടയിലുള്ളൊരു കണക്ക് കിട്ടുമ്പോൾ ആക്ച്വലി അവിടെ സാധാരണക്കാരൻ ശരിക്കും പെട്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് മാറും. കാരണം ഉള്ളളവ് സെറ്റ് ചെയ്യാനായിട്ട് അവന് ഒന്നുകിൽ തീരെ ചെറിയ ബെഡ്റൂം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് വലിയ ബെഡ്റൂം, അങ്ങനെ വരുമ്പോൾ ഏരിയ സെറ്റ് ചെയ്യാൻ പാടില്ല. ചെറിയ ബെഡ്റൂം ആകുമ്പോൾ നമ്മൾക്ക് ആവശ്യപ്രകാരമുള്ള സ്പേസ് സെറ്റ് ആവില്ല. അപ്പം ഈ വീടിൻ്റെ ഉള്ളളവിനെ വാസ്തുവിൽ പരിഗണിക്കുന്നതിനോട് തികച്ചും ഒരു എതിർപ്പ് ഉള്ള ഒരാളാണ് പേഴ്സണലി ഞാൻ. അതുകൊണ്ട് തന്നെ അതിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ബാക്കി ഏത് വിശ്വാസവും ഏത് കാര്യങ്ങളും പരിഗണനയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും വീടിനുള്ളിലെ അളവുകളെ വാസ്തു കണക്കിലേക്ക് കൊണ്ടുവരുന്നതിനോട് പേഴ്സണലി എനിക്ക് വിരക്തിയാണ് ആക്ച്വലി ഉള്ളത്. എന്നാൽ ഒരു ക്ലയൻറ്റിനെ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് വീട് എന്ന് പറയുന്നത് ആ വരുന്ന ഉടമസ്ഥൻ്റെയാണ്. ആ ഉടമസ്ഥൻ എന്താണോ വേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ വിശ്വാസം എന്താണോ അതിനോടൊത്ത് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളുടെ വീട് പണിക്കും എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഉത്തമം. അതുകൊണ്ട് തന്നെ പ്ലാനിങ് തൊട്ട് ഇൻ കേസ് ഇൻസൈഡ് അളവുകൾ വേണ്ടവർക്ക് പ്രത്യേക വിദഗ്ധന്മാരെ, വാസ്തു വിദഗ്ധന്മാരെ കാണിച്ച് അതിൻ്റെ ഉള്ളളവ് കൂടി കൃത്യമായി സെറ്റ് ചെയ്ത് തന്നെയാണ് പലപ്പോഴും പല പ്ലാനുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറ്. ഇനി പ്ലാൻ കഴിഞ്ഞു, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആക്ച്വലി വീടിനുള്ളിലെ സ്റ്റെയർ കേസ് വരെ എത്തി നിൽക്കുന്നു. ഈ സ്റ്റെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമുക്ക് സ്റ്റെയർ കയറുന്നത് കൊണ്ട് ഇഷ്യൂസ് ഇല്ല എന്ന് തന്നെയാണ് വാസ്തു പറയുന്നത്. പക്ഷേ ആൻറ്റി ക്ലോക്ക് വൈസ് കയറുന്നത് ഒരു ഇഷ്യൂ ആയി കണക്കാക്കപ്പെടുന്നു. ആ ഇഷ്യൂവിന് പരിഹാരമായിട്ട് ലാൻഡിങ്ങിൽ ഒരു പനയുടെ ചെറിയ ചെടി വയ്ക്കുന്നത് ഉത്തമമാണെന്നും പല വിശ്വാസപ്രകാരം ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെല്ലാം പല വാസ്തു വിദഗ്ധന്മാരുടെ അടുത്തു നിന്ന് പലപ്പോഴായി പല കണ്ടീഷനിൽ കിട്ടിയ അറിവുകളാണ്. ഇതിനെല്ലാം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളതിനെയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യാറ്. ഇൻ കേസ് വാസ്തു നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും നമ്മൾ ബേസിക് വേണ്ട വാസ്തു കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ട് അത് കൊടുക്കാറുണ്ട്. ഇനി ഇൻ കേസ് വാസ്തു എന്ന് പറയുന്ന കാര്യമേ പരിഗണിക്കേണ്ട എന്ന് പറയുന്നവർക്ക് നമുക്കതാണ് അവരുടെ രീതി ശരിയാകുക എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ രീതി ഫോളോ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്.